ഇത് നമ്മൾ കണ്ടുപരിചയിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് അല്ല. മറ്റു കളികളെ അപേക്ഷിച്ച് ബൗളിങ്ങിലാണ് വ്യത്യാസം. ഈ കളി കാണണമെങ്കിൽ ചന്ദ്രഗിരിപ്പുഴ കടന്ന് കാസർഗോഡ് എത്തണം. അണ്ടർആം ക്രിക്കറ്റിൽ കൈ ഉയർത്താതെ പിച്ചിലൂടെ താഴ്ത്തി ബോളെറിഞ്ഞ് ബാറ്ററെ പ്രതിരോധത്തിലാക്കുന്നതാണ് രീതി. വൈവിധ്യങ്ങളുടെ നാട്ടിൽ മറ്റൊരു കൗതുകം. അണ്ടർആം ക്രിക്കറ്റ് ടൂർണമെൻ്റാണ് നടക്കുന്നത്. ജവാൻ ഫ്രണ്ട്സിൻ്റെ ആഭിമുഖ്യത്തിലാണ് കളി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേളുടെ ഗ്രാമത്തിലെ നിവാസികൾ ചേർന്നാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കളിയെ ലഹരിയായി എടുക്കാൻ വേണ്ടിയാണ് ഈ മെയിനായിട്ട് ടൂർണമെന്റ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കർണാടകയിലെ കുന്താപുരം മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി വരെയാണ് അണ്ടർആം ക്രിക്കറ്റിന്റെ തട്ടകം. പണ്ടുമുതലേ കാസർഗോട്ടുകാർ ഈ കളി നെഞ്ചിലേറ്റി. നിയമങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും തുളുനാട്ടിൽ കളിയാവേശത്തിന് കുറവൊന്നുമില്ല. IPL മാതൃകയിൽ ലേലത്തിലൂടെയാണ് കളിക്കാരെ സ്വന്തമാക്കുക. ഒരു 10 ദിവസം മുന്നേ ഓപ്ഷൻ IPL മോഡലാണ് ഈ കളി നടക്കുന്നത്. അപ്പോൾ 10 ദിവസം മുന്നേ ഒരു ഓപ്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 7 ടീമാണ് ഇന്നിവിടെ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടീം ഓണേഴ്സും പിന്നെ ക്യാപ്റ്റനും ലിസ്റ്റിൽ വരുന്നവരെ ലേലത്തിലൂടെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാട്ടിലത്തെ ഇത് ഒരു 5ാമത്തെ പ്രീമിയർ ലീഗാണ്. ഇതേ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ഇപ്പോൾ 5ാമത്തെ പ്രീമിയർ ലീഗ് ഈ വർഷം നടത്തി. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ടൂർണമെന്റുകൾ. കേരളത്തിൽ ആയിരങ്ങളാണ് സമ്മാനത്തുകയെങ്കിലും കർണാടകയിലെത്തിയാൽ അത് ലക്ഷങ്ങളാകും. ന്യൂസ് മലയാളം, കാസർഗോഡ്.